സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായവും പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയും തുർക്കിയുടെ സൈനിക ശക്തി ഇവർ മൂന്നും ഒന്നിച്ചാൽ ഇന്ത്യ ഭയക്കണം. ഇസ്ലാമിക് നാറ്റോ ഇത് ഇന്ത്യക്കും ഇസ്രയേലിനും എത്രത്തോളം ഭീഷണിയാണ്? ഇത് ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു കരാറിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. 2025 സെപ്റ്റംബർ 17 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് മറ്റേ രാജ്യത്തിന് നേരെയും ആക്രമണമായി കണക്കാക്കും. ആവശ്യം വരികയാണെങ്കിൽ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇസ്രയേൽ 72 മണിക്കൂറിനുള്ളിൽ 6 മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കരാർ ഒപ്പുവെച്ചത്. ഇത്രയും തന്ത്രപ്രധാനമായ ഈ കരാറിൽ തുർക്കിയെ കൂടി ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതൊരു പുതിയ കൂട്ടായ്മയുടെ രൂപീകരണമാകും. അതാണ് നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് നാറ്റോ. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം അത് നല്ല രീതിയിലല്ല പോകുന്നത്, താറുമാറായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപത്തിന്റെയും സംഘർഷത്തിന്റെയും ഒക്കെ സൂചനകളുമുണ്ട്. ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിന്റെ മൂർച്ച തൽക്കാലത്തേക്കെങ്കിലും ഒരൽപ്പം കുറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. എന്നാൽ ഇറാൻ, ലെബനൻ, തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സാഹചര്യം നോക്കുകയാണ് എങ്കിൽ വളരെ മോശമാണ്. ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി കിട്ടിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നതും അതേ മറുപടി തന്നെയാണ്. വർഷങ്ങളായി തുടരുന്ന പിരിമുറുക്കത്തിന് അയവ് വരുത്തി ഇന്ത്യയും ചൈനയും അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോകം സാക്ഷിയാവുകയാണ്. ഇതോടെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി കൂടുതൽ അടുക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇതിനിടെയാണ് ഇസ്ലാമിക് നാറ്റോ എന്ന ആശയം രൂപപ്പെടുമോ എന്ന ആകാംക്ഷ ശക്തമാകുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായവും പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയും തുർക്കിയുടെ സൈനിക ശക്തിയും ഈ 3 പവറും കൂടി ഒന്നു ചേർന്ന് ഒരു പുതിയ ഇസ്ലാമിക് നാറ്റോ രൂപീകരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണെന്നാണ് സൂചന. ഇന്ത്യക്കും ഇസ്രയേലും ഇത് ഒരുപോലെ തിരിച്ചടിയാകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. തുർക്കി ഈ കൂട്ടായ്മയിൽ പങ്കാളിയാകാനുള്ള സാധ്യതകളുണ്ട്. ബ്ലൂംബർഗ് റിപ്പോർട്ടുകൾ പ്രകാരം വളരെ മുന്നോട്ട് ചർച്ചകൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ കരാർ യഥാർത്ഥമാവുകയാണെങ്കിൽ, അത് സംഭവിക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി ഇവർ ചേർന്നൊരു ശക്തമായ കൂട്ടായ്മ ഉണ്ടാകും. സൗദി അറേബ്യയും തുർക്കിയും സംബന്ധിച്ചിടത്തോളം അത് സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. പലപ്പോഴും മറ്റ് സുന്നി മുസ്ലിം രാജ്യങ്ങളുടെ നേതൃത്വത്തെ ചൊല്ലി ഇവർക്ക് രണ്ടാൾക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമീപ വർഷങ്ങളിൽ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തം ഇവർ ശക്തമാക്കി. അതുകൊണ്ട് തന്നെ ആ ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. ജനുവരി 8 രണ്ട് രാജ്യങ്ങളും നാവിക സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ, മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇതെല്ലാം ഇസ്ലാമിക് നാറ്റോ എന്ന കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ കൂട്ടായ്മ രൂപീകൃതമാവുകയും മറ്റു മുസ്ലിം രാജ്യങ്ങൾക്ക് പങ്കാളികൾ ആവുകയും ചെയ്താൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വിദഗ്ധർ നൽകുന്നത്. ലോകത്തിലെ ആദ്യത്തെ 20 സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യ കൂട്ടായ്മയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആണവായുധങ്ങളുള്ള ഏക മുസ്ലിം രാജ്യമാണ് പാകിസ്ഥാൻ. ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും സൈനിക പിന്തുണയും ഇവർ നൽകും. തുർക്കി തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും പങ്കുവയ്ക്കും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയിൽ ഏറ്റവും വലിയ 2ാമത്തെ സൈന്യമാണുള്ളത്. മികച്ച ഡ്രോൺ സംവിധാനങ്ങൾ തുർക്കിക്കുണ്ട്. തുർക്കി പാകിസ്ഥാന്റെ F-16 ഫൈറ്റർ ജെറ്റുകൾ നവീകരിക്കുകയും പാകിസ്ഥാന്റെ കോർവെറ്റ് യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൽ സഹായിക്കുകയും ചെയ്തു വരുന്നുണ്ട്. തുർക്കി തങ്ങളുടെ 5ാം തലമുറ ഫൈറ്റർ ജെറ്റ് പദ്ധതിയിൽ പാകിസ്ഥാന്റെ സൗദി അറേബ്യയുടെ പിന്തുണ തേടുന്നുണ്ട്. തുർക്കി നാറ്റോ അംഗമാണെന്നും സൗദി അറേബ്യയ്ക്ക് അമേരിക്കയുടെ സുരക്ഷാ പിന്തുണ ഉണ്ട് എന്നും ഇരിക്കെ എന്തിനാണ് ഒരു ഇസ്ലാമിക് നാറ്റോയുടെ ആവശ്യമെന്ന ചോദ്യവും ശക്തമാണ്. ഇസ്ലാമിക് നാറ്റോ എന്ന ചർച്ച നിലവിലെ ലോകക്രമത്തിലെ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ ഗ്രീൻലാൻഡിലെ ആക്രമിക്കും എന്ന ഭീഷണിയെ തുടർന്ന് 2ആയി നാറ്റോ രാജ്യങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. ട്രംപ് ഭരണകാലത്ത് അമേരിക്കയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഫലപ്രദമായ ഇടപെടലുകളിലുള്ള വിശ്വാസം ലോകമെമ്പാടും, പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ കുറവാണ്, അല്ലെങ്കിൽ തീരെയില്ല എന്ന് തന്നെ പറയാം. നാറ്റോ ദുർബലമായാൽ പോലും ഇസ്ലാമിക് നാറ്റോ എന്ന ഈ കൂട്ടായ്മ തുർക്കിക്ക് ഒരു വലിയ സഹായമായിരിക്കും. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേലിന്റെ നീക്കങ്ങളും ഇടപെടലും ഈ കൂട്ടായ്മയ്ക്ക് വലിയൊരു പ്രാധാന്യമായിരിക്കും നൽകുക എന്നും വിലയിരുത്തൽ. എണ്ണശേഖരത്താൽ ഗൾഫ് രാജ്യങ്ങൾ സമ്പന്നരാണ്, പക്ഷേ അവർക്ക് ആണവായുധങ്ങളില്ല എന്നതാണ് അവരുടെ ഒരു പോരായ്മ, ഒരു ന്യൂനതയായി പറയാനുള്ളത്. ആണവാക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സഹായം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന് മാത്രമേ ആണവായുധങ്ങളുള്ളൂ എന്നതാണ് സത്യം. മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവാക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആണവ പിന്തുണ ലഭിക്കില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി ചേർന്ന് ആണവ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് തങ്ങൾക്കുണ്ട് എന്ന് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഈ കൂട്ടായ്മയിലൂടെ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി രാജ്യങ്ങൾ നിർണായക കൈമാറ്റങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായാൽ സൗദിയിൽ നിന്ന് പാകിസ്ഥാന് സാമ്പത്തിക സഹായം ലഭിക്കും. പകരമായി സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും ആണവായുധങ്ങളിലൂടെ പാക് സുരക്ഷ ലഭ്യമാകും. ഇവർ ഒറ്റ കാരണം കൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു സൈനിക സംഘടന രൂപീകരിക്കുന്നത് ഇന്ത്യക്ക് ഒരിക്കലും സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമാനസ്.